പത്തരമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ജാനകി കട്ട കലിപ്പിൽ തന്നെയാണ് കേട്ടോ. കാരണം അനാമികയും വേണുവിനെയും രേവതിയൊക്കെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവരെ ആക്ഷേപിച്ച് ആട്ടി ഇറക്കി വിടുന്നതിൻ്റെ ഒരു ദേഷ്യമൊക്കെ നമ്മുടെ ജാനകി വന്നിട്ട് അനിയോട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, അനാമിക മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് ഓർത്ത് നീ സന്തോഷിക്കുകയൊന്നും വേണ്ട. അവളെ ഞാൻ എൻ്റെ മരുമോളായിട്ട് ഇവിടെ വാഴിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് തന്നെ വരിക ചെയ്യും. അതിനെ ആരെതിർത്താലും എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ ജാനകി പറയുന്നുണ്ട്. അമ്മ ആരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. അവളെപ്പോലൊരു പെണ്ണിൻ്റെ സ്വഭാവം എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് മനസ്സിലാകാത്തെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അമ്മ എന്താ അതൊന്നും വിശ്വസിക്കാത്തേ? അവളിങ്ങോട്ടേക്ക് വന്നത് തന്നെ അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് മാത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ് അവളിവിടെ കയറി കൂടിയെന്നൊക്കെയുള്ള രീതിയിൽ അനി പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ മരുമോളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. അത് മാത്രമല്ല എനിക്കുള്ളതൊക്കെ ഞാൻ എൻ്റെ മരുമൊക്കെ കൊടുക്കും എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, എന്ത് വേണമെങ്കിലും കൊടുത്തോ, എന്നിട്ട് എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മതി. ഇപ്പം ഈ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ അവളെ ഇറക്കി വിട്ടതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും നിയമപരമായിട്ട് അവളെ ഒന്ന് വേർപെടുത്തി തന്നാൽ മതി. അതും കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇച്ചിരി മനസ്സമാധാനം കിട്ടിയെന്നൊക്കെയുള്ള രീതിയിൽ അനി പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജാണെങ്കിലും മേറ്റി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതെന്താ അനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ ഭാര്യയല്ലായിരുന്നു അവള്. ഒരിക്കലും അനാമിക മോളൊരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അച്ഛനും അമ്മയും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് അവരിങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അവരിങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും നേരെ പ്ലേറ്റ് തിരിച്ചില്ലേ? എല്ലാ കുറ്റവും അവളുടെ തലയിലോട്ട് കെട്ടിവെച്ചു. അവരെ നാണം കെടുത്തിയല്ലേ ഇവിടുന്ന് ഇറക്കി വിട്ടത്. എടാ, നിന്റെ ഏട്ടത്തി തന്നെയല്ലേ ആ പാലൊന്ന് കാച്ചി വെച്ചത്? അപ്പോൾ പിന്നെ അവൾ തന്നെ ആയിരിക്കില്ല അതിൽ വിഷവും കലർത്തിയിട്ടുണ്ടാവുക. അതിലോട്ട് എന്തിനാണ് ഈ അനാമിക മോളെ വലിച്ചിടുന്നത്? ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് നയന തന്നെയാണ്. അവൾ ചെയ്ത തെറ്റെല്ലാം അനാമികയുടെ തലയിലോട്ട് കെട്ടിവെക്കാൻ നോക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ ജലജ പറയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, ഇതിനു മുമ്പും എന്നോട് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനതിന് പുല്ല് വില പോലും കൊടുത്തില്ല. കാരണം എൻ്റെ മരുമകളെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയാൻ ഞാൻ അവരെ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവരത് വലിയ ചർച്ചയൊന്നും ആക്കാതിരിക്കുകയായിരുന്നു. അവസാനം എന്ത് ചെയ്തിട്ടും രക്ഷയില്ലെന്ന് കണ്ടപ്പോഴേ ഇവനെ ചൂട് പിടിപ്പിച്ച് വിട്ടതാ അവര്. എല്ലാ കാര്യവും ഇവനോട് പറഞ്ഞിട്ട് ഇവ മുഖേന അച്ഛനും അമ്മയെ അറിയിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിലല്ലേ എൻ്റെ മരുമോളെ ഇവിടുന്ന് ആട്ടി ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ജാനകി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഈ സത്യങ്ങളൊന്നും ഞാൻ ഇതിനു മുമ്പ് അറിഞ്ഞിരുന്നില്ല. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അവർ തങ്ങളിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ്. അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മുത്തച്ഛനോട് ചെന്ന് പറഞ്ഞതും. ജാനകി പറയുന്നുണ്ട്, എന്തായാലും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് എത്തിച്ചല്ലോ. നീ ഒന്ന് ഓർക്കണം, നീ കേൾക്കുന്ന രീതിയിൽ അവരിത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മനഃപൂർവ്വം നിന്നെ കരുവാക്കി അനാമിക ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതെല്ലാം ഇങ്ങനെയാക്കി തീർത്തത് നയന ഒറ്റൊരുത്ത് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അനി പറയുന്നുണ്ട്, അമ്മ ഇതുവരെ ഏട്ടത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, ഉടനെ എങ്ങും മനസ്സിലാക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. അനി പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, പക്ഷെ നന്ദു എന്ന് പറയുന്നവളെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കുമെന്ന് നീ കരുതണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് തൂങ്ങിയാടുന്ന നീ കണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്കാണെങ്കിലും സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ജലജയ്ക്ക് പിന്നെ ഹാപ്പിയാണല്ലോ. ജലജയും ജലജയുടെ മോനും ഒഴിച്ച് ബാക്കി എല്ലാവരും നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ ജലജ. പിന്നെ അനാമികയും വേണുവും രേവതിയൊക്കെ കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവരൊരുപാട് ആഗ്രഹിച്ചാണല്ലോ അനന്തപുരിയിലോട്ട് വന്നത്. പിണങ്ങി പോയ മരുമോളെ വരവേൽക്കാനായിട്ട് കുറേ പാരിതോഷങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടായിരിക്കും അവർ വിളിക്കുന്നതൊക്കെയുള്ള രീതിയിലാണ് ഇവരങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമൊക്കെയാണ് പറയുന്നത് വേണു. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, നമ്മൾ വേണമെന്ന് കരുതിയൊക്കെ നമ്മൾ അവിടുന്ന് നേടിയെടുക്കുക തന്നെ ചെയ്യണം. അതിൻ്റെ അവസാന ശ്രമം എന്ന രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പം രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ ഇങ്ങനെ അപമാനിച്ച് ഇറക്കി വിട്ടതിൻ്റെ നഷ്ടപരിഹാരം നമുക്ക് മേടിച്ചേ പറ്റുള്ളൂ. അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട്, അത് എങ്ങനെയാച്ചാ നമ്മൾ ചെയ്യുന്നത്? അവിടുത്തെ കാരണവർ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെയല്ലേ അവിടെ നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ മനസ്സ് വെച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ ആകെ കുഴപ്പമാകുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവുമെന്നാണ് എൻ്റെ പേടി എന്നുള്ള രീതിയിൽ അനാമിക പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെയാണ് മോളെ. പക്ഷേ നീ ഒരു കാര്യം ആലോചിക്കണം. നീ ഇപ്പോഴും നിയമപരമായിട്ട് അനിയുടെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് നിന്നെ അങ്ങനെയൊന്നും അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല മോളെ. ഇത് തന്നെയാണ് നമുക്ക് അവസാനത്തെ കച്ചിത്തുരുമ്പും. ഇതിൽ പിടിച്ചു വേണം നമുക്ക് കിട്ടാനുള്ളതൊക്കെ നേടിയെടുക്കാന്നുള്ള രീതിയിൽ വേണു പറയുമ്പം അനാമിക പറയുന്നുണ്ട്, ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇത്ര എളുപ്പം അവർക്ക് എന്നെ ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു എന്ന്. വേണു പറയുകയാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ മോളെ.
നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതെല്ലാം സാധിച്ചെടുത്തേനെ. ഇനിയിപ്പം അവസാന ശ്രമം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കാം. അത്രയ്ക്കേ ഇനി നമ്മളെ കൊണ്ട് പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ വേണു പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, എനിക്കതൊന്നും അല്ല അച്ഛ സങ്കടം. എൻ്റെ സ്ഥാനത്തേക്ക് ആ നന്ദു കയറി കൂടുവെന്നാ എൻ്റെ പേടി. രേവതി പറയുന്നുണ്ട്, അങ്ങനെ മോള് പേടിച്ച് നിന്നിട്ട് കാര്യമൊന്നും ഇല്ല മോളെ. അവിടെ പോയി ഓരോ കാര്യങ്ങളും തടസ്സപ്പെടുത്താൻ നമുക്ക് സാധിക്കത്തൊന്നുമില്ല. പിന്നെ മോളുമായിട്ട് ഡിവോഴ്സ് ആയാൽ മാത്രമല്ലേ അവന് ആ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അത് മോൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ നിയമപരമായിട്ട് അവർക്കൊരിക്കലും ഭാര്യയും ഭർത്താവോട് ജീവിക്കാൻ കഴിയില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, അതേ മോളെ, രേവതി പറഞ്ഞത് ശരി തന്നെയാണ്. അത് നമുക്കൊരു പിടിവള്ളി തന്നെയാണ്. അങ്ങനെ അവർ മൂന്നുപേരും അക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ജലജയും അഭിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാമികയെ എങ്ങനെയെങ്കിലും ഇളക്കി വിടണം, അനന്തപുരിയെ തകർക്കണം എന്നൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശിന്റെ കാര്യങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിക്കണം, ആദർശിന്റെ എം ഡി സ്ഥാനം തീർപ്പിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കുള്ളൊരു പിടിവള്ളി തന്നെയാണ് അനാമിക. അവളൊരു ബോംബ് പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനുള്ള രഹസ്യങ്ങളൊക്കെ അവൾക്കറിയാം. അതുകൊണ്ട് അവൾ മുഖേന അത് പുറം ലോകം അറിയിക്കണം. പുറകിൽ നിന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, ബാക്കിയൊക്കെ അവൾ നോക്കിക്കോളും. അവളെ ചൂട് പിടിപ്പിച്ചാലേ അവൾ തന്നെ ബാക്കിയെല്ലാം ചെയ്തോളും എന്നൊക്കെയുള്ള രീതിയിൽ അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടെ അനന്തപുരിയിലുള്ള എല്ലാവരുടെയും പത്തി താഴും. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും അമ്മേ. നമ്മൾ പിന്നെ മാറിയിരുന്ന് കളി കണ്ടാൽ മാത്രം മതി. അനാമികയെ ഇറക്കിയാണ് കളിക്കാൻ പോകുന്നത്. അതോടൊപ്പം ആ നബിയനെയും കൂടെ സോപ്പിട്ട് നമ്മുടെ പക്ഷത്തോട്ടാക്കണം. നബിയനെ ഒന്ന് ചൂട് പിടിപ്പിച്ച് എൻ്റെ കൂടെ ഞാൻ നിർത്തിയേക്കുന്നത് എന്തിനാണ് അമ്മ വിചാരിച്ചേക്കുന്നത്? ഏത് സാഹചര്യത്തിലും മുത്തശ്ശനോടും മുത്തശ്ശിയോടും അതുപോലെ തന്നെ ആദർശനോടും ഒക്കെ എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. അതുകൊണ്ടാണ് അവളെ ഞാനിങ്ങനെ കൂടെ നിർത്തിയേക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ അഭി പറയുന്നുണ്ട്. നബിയുടെ മനസ്സിലോട്ട് ഞാൻ മാക്സിമം വിഷം കൊത്തി നിറയ്ക്കുന്നതുകൊണ്ടാണ് അവൾ ഇപ്പോഴും ആദർശിൻ്റെ മുഖത്ത് പോലും നോക്കാത്തത്. അവരെ രണ്ടുപേരെ വെച്ച് തന്നെ ഞാൻ കളിക്കും, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തും എന്നൊക്കെയുള്ള രീതിയിൽ അഭി സംസാരിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ നീയാണെന്നുള്ളത് ഇവരാരും അറിയില്ലെന്ന് പറയുകയാണ്. അഭി പറയുന്നുണ്ട്, അങ്ങനെ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെയാണ് കുഴപ്പമെന്നുള്ളത് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കിയേ കളിക്കുള്ളൂ. ഞാനെന്തായാലും ഇപ്പം തന്നെ അനാമയെ കാണാൻ പോവുകയാണ്. അവളെ ഒന്ന് ചൂട് പിടിച്ച് ഇളക്കി വിടണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ജലജയോട് പറഞ്ഞിട്ട് അഭി അനാമികയെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ അനാമികയും അഭിയും കൂടെ ഒരു വഴി സൈഡിൽ കണ്ടുമുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭി പറയുന്നുണ്ട്, എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിനക്കറിയാമല്ലോ. ഒരു ബ്രാഞ്ച് എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും അവിടുത്തെ വെറും ഒരു സ്റ്റാഫാക്കി എന്നെ മാറ്റിയിരിക്കുകയാണ് അവരിപ്പോൾ. അനാമിക പറയുന്നുണ്ട്, അഭിയേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ പലപ്പോഴും എനിക്ക് വിഷമം തോന്നാറുണ്ട്. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അനന്തപുരി തറവാട്ടിൽ നിന്ന് എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. എന്നാൽ അങ്ങനെയല്ല നിന്റെ കാര്യം. നിന്നെ ഇപ്പോൾ ആ തറവാട്ടിൽ നിന്ന് അവർ പുറത്താക്കിയേക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ആ കുടുംബത്തിലെ രഹസ്യങ്ങളെല്ലാം നീ പുറത്ത് കൊണ്ടുവരണം മോളെ. പ്രത്യേകിച്ച് ആദർശിൻ്റെ കാര്യം. ആദർശ് ജ്വല്ലറിയുടെ MD ആണ്. അയാൾ തെറ്റിൽ മുങ്ങി നടക്കുന്ന ഒരാളാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ തന്നെ അനന്തപുരി ആകെ ഒന്ന് ആടി ഉലയും. അത് നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അത് നീ വേണം ചെയ്യാന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അത് ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല അഭിയേട്ടാ. ആദർശിന് വലിയ പിടിപാടൊന്നും ഇല്ലാത്ത 3 ചാനലുകാരെ എനിക്കറിയാം. ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ നിനക്ക് തരാം. നീ അവരെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം മൊത്തം അറിയിക്കണം. ആദർശിന് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു കുട്ടിയുണ്ടെന്നും അങ്ങനെ ഒരു പെൺകുട്ടിയെ ചതിച്ചെന്നുള്ള കാര്യങ്ങൾ സഹിതം എല്ലാവരെയും അറിയിക്കണമെന്ന് പറയുകയാണ് കേട്ടോ അഭി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാം, അഭിയേട്ടൻ പേടിക്കൊന്നും വേണ്ട. എനിക്ക് ആ ചാനലുകാരുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അയച്ചു തന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. എന്തായാലും ആ വീട്ടുകാരെ മൊത്തത്തിലൊന്ന് നാറ്റിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അനാമിക അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ആ ആദർശ് അയാളെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. അയാൾ നാറി തല കുനിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അതുപോലെ തന്നെ അയാളുടെ ഭാര്യ ആ നയനയുണ്ടല്ലോ, അവള് വലിയ ഡിസൈനറല്ലേ അവളും നാറണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. എന്നെയും എൻ്റെ അച്ഛനെ അമ്മയും മാട്ടിയിറക്കി അപമാനിച്ച് വിട്ടവരല്ലേ. ഇനിയിപ്പം അവിടെ ഉള്ളവരും കൂടെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. എന്തായാലും ആരെയും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അനാമിക പറയുന്നുണ്ട്. എന്നിട്ട് അഭിയോടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് പോവുകയാണ്. കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച വഴിക്ക് തന്നെ എനിക്ക് അനുകൂലമായിട്ട് തന്നെ വരുന്നുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് അഭി. പിന്നീട് നമ്മുടെ ആനി രാകേഷിനെ വിഘ്നേഷിനെയൊക്കെ വന്ന് കാണുന്നുണ്ട്. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, എടാ നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നല്ലോ, എന്താ പറ്റിയെന്നൊക്കെയുള്ള രീതിയിൽ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, എടാ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം, എൻ്റെ ഫോൺ അമ്മ മേടിച്ച് വെച്ചിരിക്കുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അപ്പോൾ ആ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, അതെന്തിനാണോ നിൻ്റെ ഫോൺ മേടിച്ച് വെച്ചിരിക്കുന്നത്? നിൻ്റെ മുത്തശ്ശൻ തന്നെയല്ലേ അവളെ അനന്തപുരി തറവാടിയിൽ നിന്ന് ഇറക്കി വിട്ടത് തന്നെ, പിന്നെയും നിൻ്റെ അമ്മ എന്തിനാടാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, അമ്മ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അനാമിക അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മെനഞ്ഞൊരു കഥ മാത്രമാണ് ആ പാലിൽ വിഷം ചേർത്തത് എന്നൊക്കെയുള്ള രീതിയിലാണ് അമ്മ സംസാരിക്കുന്നത്. അമ്മ അതൊന്നും വിശ്വസിച്ചിട്ടില്ല, അത് തന്നെ പ്രധാന കാരണം എന്നൊക്കെയുള്ള രീതിയിൽ അനി പറയുന്നുണ്ട്.
അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം നിന്നെ വീട്ടിൽ തടങ്കലിലാക്കുമോ നിൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ആർക്കറിയാം, എനിക്കറിയില്ല അമ്മ എന്തൊക്കെയായി ചെയ്ത് കൂട്ടുന്ന നല്ല കാര്യങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ അനി പറയുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് ബ്രാഞ്ചിൽ പോകുന്ന കാര്യമൊക്കെ എങ്ങനെയാടാ, നിനക്ക് ഇഷ്ടംപോലെ ഫോൺ കോളും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മറ്റേ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇവൻ ജ്വല്ലറിയിൽ പോകില്ലാന്ന്, ഇവൻ ജ്വല്ലറിയിലേക്ക് പോകുന്നില്ല എന്നൊക്കെ ഉള്ളത് ഇവൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇവൻ പോയില്ലെങ്കിലും ആ ജ്വല്ലറിയിലൊക്കെ നല്ല സെയിൽ നടക്കും, അതറിയാവല്ലോ. പിന്നെ അതൊക്കെ കൊണ്ടായിരിക്കുമടാ അമ്മ നിന്റെ ഫോണൊക്കെ മേടിച്ച് വെച്ചെന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ. അപ്പം മറ്റേ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ ഒരു പുതിയ ഫോൺ അങ്ങ് എടുക്കടാ, ഇനിയിപ്പം ആ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കാല് പിടിച്ച് നടക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം അനി പറയുന്നുണ്ട്, അത് തന്നെയാണ് എൻ്റെ തീരുമാനം, ഞാൻ പുതിയൊരു ഫോൺ എടുക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ നമ്പർ നന്ദുവിന് അറിയില്ലല്ലോ, അപ്പോൾ ഞങ്ങളെങ്ങനെ കോൺടാക്ട് ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ അനി ചോദിക്കുമ്പോഴേക്കും ആ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, തൽക്കാലം നീ ഈ കാര്യങ്ങളൊക്കെ നന്ദുവിനൊരു മെസ്സേജ് അയച്ചിട്, ഇപ്പം നീ വിഷമിക്കുന്ന പോലെ തന്നെ നിന്റെ ഫോൺ കോളോ മെസ്സേജോ ഒന്നും കാണാത്തതുകൊണ്ട് അവളോട് വിഷമിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആനി അവരുടെ ഫോൺ മേടിച്ചിട്ട് നന്ദുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്. നന്ദു ആണെങ്കിലും ഇങ്ങനെ ആകെ അനിയുടെ ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജൊക്കെ വരുന്നുണ്ട്. കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്ന് വന്ന മെസ്സേജ് ആണല്ലോ, എന്നാലും നന്ദു അതെടുത്ത് പ്ലേ ചെയ്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അനിയുടെ ശബ്ദമാണ് കേട്ടോ, നന്ദു എൻ്റെ ഫോൺ അമ്മ മേടിച്ച് വെച്ചിരിക്കുകയാണ്, പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, അനാമികയെ മുത്തശ്ശൻ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇനിയിപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ റൂട്ടൊക്കെ ക്ലിയർ ആണ് എന്നുള്ള രീതിയിൽ തന്നെ അനിയുടെ ഒരു മെസ്സേജൊക്കെ കേൾക്കുമ്പോഴേക്കും നന്ദുവിൻ്റെ മുഖത്ത് സന്തോഷമാണ് കേട്ടോ വരുന്നത്. ഇത് കേട്ട് കഴിയുമ്പോഴേക്കും നന്ദുവിന് ആശ്വാസം ആവുന്നുണ്ട് കേട്ടോ. നന്ദുടനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ അവൻ മെസ്സേജൊന്നും അയക്കാതിരുന്നത്, ഇപ്പം സമാധാനമായി എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനാമികയും അനാമികയുടെ കാമുകനും കൂടിയിട്ടുള്ള രംഗങ്ങളൊക്കെ മുത്തശ്ശിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നയനയും ആദർശമൊക്കെ. മുത്തശ്ശൻ എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ മറച്ചു വെച്ചെന്നുള്ള കാര്യം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവരൊന്നിച്ച് ജീവിക്കുവാണെങ്കിൽ ജീവിച്ച് പോട്ടെ എന്നൊക്കെ ഓർത്തിട്ടാണ് ഈ കാര്യങ്ങളൊന്നും വലിയ ഇഷ്യൂ ആക്കാതിരുന്നത്, ആരോടും അങ്ങനെ പറയാതിരുന്നതൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കണം, അതിലൊരാൾ ക്രിമിനലായി മാറിയാൽ പിന്നെ ആ ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നതിൽ ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ജീവിതത്തിലും ആദ്യം ഇതുപോലൊക്കെ തന്നെ അല്ലായിരുന്നോ, ആ സമയത്ത് നീയോ അല്ലെങ്കിൽ നയനമോളോ ഇതുപോലുള്ള പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇതുപോലുള്ള തെറ്റായ വഴികളിൽ കൂടി നടന്നിട്ടുമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ബന്ധം വേണ്ട എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേനെ. അന്നേരം നയന പറയുന്നുണ്ട്, അനാമികയുടെ സ്വഭാവം വളരെ മോശമാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ പറയുകയാണ്, എന്നാലും അനാമികയ്ക്ക് ഇതുപോലുള്ള വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ നയന പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരിക്കലും അവർ തമ്മിലുള്ള ഒരു ദാമ്പത്യം സുഖമായിട്ട് പോവില്ലായിരുന്നു മോളെ, ഇതുപോലെ ക്രൂരയായ ഒരു പെൺകുട്ടി അനിയുടെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാനാണ്, അങ്ങനെ ഒരുത്തി കൂടെ ഉള്ളത് അനിയുടെ ജീവനെ തന്നെ ബാധിക്കും, എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഞാൻ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാനെ, ഇങ്ങനെയൊന്നും കാര്യങ്ങൾ കൊണ്ട് എത്തിക്കേണ്ടതില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, എൻ്റെ പേടി അതൊന്നും അല്ല മുത്തശ്ശ, ഈ കുടുംബത്തിലെ കുറേ രഹസ്യങ്ങളൊക്കെ അനാമയൊക്കെ അറിയാം, അതൊക്കെ ഇനി നമ്മളോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് അവൾ പുറം ലോകത്തോട് വിളിച്ച് പറയുമെന്നാണ് എൻ്റെ പേടി എന്നുള്ള രീതിയിൽ നയന പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ അറിയിക്കട്ടെ മോളെ, എന്നും നമുക്ക് സമൂഹത്തെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ, എന്താന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ, അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം, എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാണ്ട് ആരെയും പേടിച്ച് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദുവിൻ്റെ മനസ്സിലാണെങ്കിലും നല്ല സന്തോഷമാണ്, അനാമിക അനന്തപുരി തറവാടിയിൽ നിന്ന് പോയല്ലോ, മനസ്സിലാണെങ്കിലും നല്ലൊരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട് നന്ദുവിൻ്റെ. അതുകൊണ്ട് കണ്ണാടിയിൽ വന്നിട്ട് സ്വന്തം പ്രതിബിംബത്തോട് തന്നെ സംസാരിക്കുന്നുണ്ട്, 2 ദിവസം മെസ്സേജോ ഫോൺ കോളോ ഒക്കെ വരാതിരുന്നപ്പോൾ നിനക്ക് ഭയങ്കര വിഷമമായിരുന്നല്ലോ, അപ്പം തന്നെ നിനക്ക് മനസ്സിലായല്ലോ നിൻ്റെ മനസ്സിൽ മുഴുവൻ അവനാണ് ഉള്ളതെന്ന്, നിൻ്റെ സ്നേഹം അവൻ കൊതിക്കുന്നുണ്ടെന്നുള്ളതും, ഇനി അവൻ്റെ ജീവിതത്തിൽ അനാമികയില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതിന് എല്ലാവരും എതിരാണല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ പ്രതിബിംബം തന്നെ മറുപടി പറയുന്നുണ്ട്, കാത്തിരിക്കാം എന്നല്ലേന്ന്. ശരിയാ, കാത്തിരിക്കാം എന്നൊക്കെ ഇങ്ങനെ നന്ദു തീരുമാനിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ പുറത്തെ കനകയും ഗോവിന്ദനും കൂടെ നല്ല ചർച്ചയിലാണ് കേട്ടോ. നയനമോള് വിളിച്ചിരുന്നു, അനാമികയെ മുത്തശ്ശൻ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഗോവിന്ദനോട്. അതോടൊപ്പം തന്നെ അനാമികയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതോടുകൂടി തന്നെ നന്ദുവിനോടുള്ള അനിയുടെ അടുപ്പം ഇനിയും കൂടുമോ എന്നൊക്കെ എൻ്റെ പേടി, അവർ തമ്മിൽ ഇനി ഒന്നിക്കുമെന്നൊക്കെ എനിക്ക് പേടിയാന്നൊക്കെയുള്ള രീതിയിൽ കനക പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, നീ അങ്ങനെ ഒന്നും ഓർക്കേണ്ട കാര്യമില്ല, നന്ദുവിന് നല്ല ആലോചനകളൊക്കെ വരുന്നുണ്ട്, അതിലേതെങ്കിലും ഒന്ന് നമുക്ക് പറ്റിയ ഒരു ആലോചന വരുവാണെങ്കിൽ നന്ദുവിനെ അങ്ങ് കെട്ടിച്ചു വിടാന്നൊക്കെയുള്ള രീതിയിൽ പറയാൻ കേട്ടോ. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, അങ്ങനെ വന്ന ആലോചനകളിലെ കുറച്ച് ജാതകമൊക്കെ ഞാൻ കൊണ്ടുപോയി ജ്യോത്സ്യരെ കാണിച്ചായിരുന്നു, ജ്യോത്സ്യൻ അപ്പം പറയുന്നുണ്ട് അതൊന്നും നടക്കുകയല്ല, ആരെയാണോ നന്ദു സ്നേഹിച്ചത് ആ ബന്ധം മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്,
കനക എന്നിട്ട് ജോത്സ്യനോട് പറഞ്ഞ കാര്യം പറയുകയാണ് കേട്ടോ. കനക എന്നിട്ട് ജോത്സ്യനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോവിന്ദനോട് പറയുന്നുണ്ട്. അതായത് അനുയുടെ വിവാഹം കഴിഞ്ഞാണെന്നും പക്ഷേ അവൻ കല്യാണം കഴിച്ച പെൺകുട്ടിയുമായിട്ട് വലിയ സ്വരച്ചേർച്ചയിലല്ലെന്നും എപ്പോഴും അലമ്പും വഴക്കും ഒക്കെ ആണെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴും ആ ജോത്സ്യം പറഞ്ഞത് നന്ദുവും മനിയും തമ്മിലേ ഒന്നിക്കുകയുള്ളൂ, ഇവരുടെ ഈ ബന്ധം മുന്നോട്ട് പോകുകയുള്ളൂ, അവർ രണ്ടുപേരും പരസ്പരം ഇവരെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കും, അവരുടെ മനസ്സ് ഒന്നായി കഴിഞ്ഞു, അവരെ തമ്മിൽ ഇനി പിരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ജോത്സ്യൻ ഉറപ്പിച്ച് പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ കനക പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഗോവിന്ദനാണെങ്കിലും ആ സമയത്ത് ആദർശിന്റെ നയനയുടെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞ് എങ്ങനെയാണെന്നൊക്കെയുള്ളത് നിനക്കറിയാമല്ലോ. അവരുടെ പുറത്ത് നമ്മൾ നോക്കിയിട്ടൊന്നും അല്ലല്ലോ കല്യാണം കഴിഞ്ഞത്. അന്ന് ഏത് സാഹചര്യത്തിലാണ് നയനയുടെ കഴുത്തിൽ ആദർശിന് താലി കെട്ടേണ്ടി വന്നെന്നുള്ളതൊക്കെ നമുക്ക് അറിയാമല്ലോ കനകെ. അതുകൊണ്ട് നീ അങ്ങനെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ. അപ്പോഴും കനകയുടെ മനസ്സിൽ ജോത്സ്യം പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. കനക അത് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ നന്ദുവിന് ഇത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. നന്ദു ആണെങ്കിലും കനക അങ്ങനെ പറയുന്നത് കേട്ട് ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ്. ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല, അങ്ങേര് പറഞ്ഞ അച്ചട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെ കനക പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് നന്ദുവിന് നല്ല സന്തോഷമാവുന്നുണ്ട്. നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും കാത്തിരിക്കാം, എല്ലാവരും സമ്മതിക്കുക തന്നെ ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വിശ്വാസത്തോടെ ഇരിക്കുന്ന നന്ദുവിനെ